ഏത് വിധേനയും കാശുണ്ടാക്കണം എന്ന ഒരു ലക്ഷ്യം മാത്രമായിരിക്കുന്നു ആൾക്കാർക്ക്. ഒരുവിധം കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടെങ്കിൽ അത് മതി, അല്ല അങ്ങനെ കരുതാം. ഇപ്പം ഈ സൂപ്പർ സ്റ്റാർസിനും മറ്റു നടന്മാർക്കും നടിമാർക്കും ഒക്കെ പഴയ പോലെയൊന്നുമല്ല. ഒരുപാട് റെമ്യൂണറേഷനാണ് അവർ വാങ്ങുന്നത് തന്നെ. ആ കിട്ടുന്ന റെമ്യൂണറേഷനിൽ തന്നെ അവർ ഇൻകം ടാക്സ് വെട്ടിച്ചും തട്ടിപ്പ് നടത്തിയൊക്കെ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ടും ഒക്കെ ഭയങ്കര അതിൽ തന്നെ വളരെയധികം ക്രമക്കേട് കാണിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അത് നേരിട്ട് കൊടുത്താൽ ഇൻകം ടാക്സ് ഇഷ്യൂ വരും. അപ്പോൾ കാശ് വേറെ വഴി കൂടെ കൊടുക്കുന്നു, ബ്ലാക്കാക്കി കൊടുക്കുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അത്രയ്ക്കധികം കാശാണ് ഇവർക്കൊക്കെ. സങ്കല്പിക്കാവുന്നതിലപ്പുറം കാശാണ് ഓരോ ഫിലിം ഫീൽഡിൽ ലീഡ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ കിട്ടുന്നത്. സാധാരണക്കാർക്ക് അത്രയൊന്നും കിട്ടുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും സാമാന്യം നല്ല കാശൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കാൻ പോയിട്ട് കാശുണ്ടാക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത്, നടൻ ജയസൂര്യയ്ക്ക് എതിരെ അതായത് സേവ് ബോക്സ് പദ്ധതിയുമായി അദ്ദേഹം അസോസിയേറ്റ് ചെയ്യുകയും അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അദ്ദേഹം ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു ജനം അറിയുന്ന അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരൻ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവുമ്പോൾ പാവപ്പെട്ട ജനത എന്താ കരുതുന്നത്? പാവങ്ങൾ അദ്ദേഹത്തിലുള്ള വിശ്വാസ്യത കൊണ്ടാണ്, ആ വിശ്വാസ്യതയിലുള്ള ഉറപ്പിന്മേലാണ് അവർ അതിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനും ഉണ്ടാകും എന്ന ഒരുറപ്പിലാണ് അവർ സേവ് ബോക്സ് പദ്ധതിയുമായി സഹകരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിപ്പോൾ ഭയങ്കര തട്ടിപ്പായി, നിക്ഷേപകരുടെയൊക്കെ കാശ് പോയി എന്ന് പറയുന്നു. നിക്ഷേപകരുടെ കാശ് പോകുമ്പോൾ ഇദ്ദേഹം പറയുന്നു, ഞാൻ കേവലം ഒരു മോഡൽ മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ മൊബൈൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നടി ഉർവശിയുടെ ഒരു അഭിമുഖം കണ്ടു. അപ്പോൾ അവർ പരസ്യ ചിത്രങ്ങളിൽ അവർ അഭിനയിക്കാറില്ല. വളരെ അപൂർവമായി നിവൃത്തികേട് കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യില്ല. ഇല്ലാത്ത സംഗതിനെ അയ്യോ എന്തൊരു രസം, എന്തൊരു ഭംഗി, എന്ത് അതങ്ങനെ ഇല്ലാത്ത കാര്യം പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാറില്ല എന്നവർ നിലപാടുണ്ട്. അത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത് എന്നെനിക്ക് മനസ്സിലായി. ഇല്ലാത്ത സംഗതികൾ ഉണ്ട് എന്ന് പറഞ്ഞ് വൻ തുക കാശ് വാങ്ങണം. 10 മിനിറ്റ്സ് 20 മിനിറ്റ്സിനൊക്കെ അത് വാങ്ങുകയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ലീഡ് ആർട്ടിസ്റ്റുകളൊക്കെ പാവപ്പെട്ടവർ ചെയ്യട്ടെ. പക്ഷെ അപ്പോൾ എന്താ അതിൻ്റെ ഇവരെ വെച്ച് പരസ്യം ചെയ്യുന്ന സ്ഥാപനക്കാർ ഇവരുടെ ട്രസ്റ്റ്, ആ സോഷ്യൽ ട്രസ്റ്റ് ഉണ്ടല്ലോ, ഇവരുടെ വിശ്വാസ്യതയെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി ജനങ്ങളെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം പറയണത്, ഞാൻ വെറും മോഡലായിരുന്നു, അതിൻ്റെ ഞാൻ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചു എന്നാൽ അതിലപ്പുറത്തേക്കൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൈ കഴുകാൻ പറ്റില്ല. കാരണം വേറെ ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവർ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്കൊക്കെ എതിരെ നല്ല നടപടി ഉണ്ട്, നിയമ നടപടി ഉണ്ട്. അതേ നിയമം തന്നെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. 2019 കൺസ്യൂമർ ആക്ട് പ്രകാരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്ക് 10 ലക്ഷം തൊട്ടിട്ട് 50 ലക്ഷം വരെ പിഴയുണ്ട്. അപ്പോൾ അതൊന്നും ഈ 50 ലക്ഷം പിഴയിട്ടാലും ചിലപ്പോൾ 50 ലക്ഷം ഇവർ റെമ്യൂണറേഷൻ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. ആ പിഴ എടുത്തിട്ട് ജനങ്ങൾക്കുണ്ടായ നഷ്ടം നികത്താനൊന്നും പറ്റില്ല. അപ്പോൾ അതിലപ്പുറമുള്ള വലിയ ശിക്ഷകളും കൊടുക്കേണ്ടി വരും. സാമ്പത്തിക ഒരായുഷ്കാല സമ്പാദ്യമൊക്കെ ആവും പാവങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതിനെതിരെ ഇത്രയും ജയസൂര്യയെ പോലെ ഒരാൾ പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം സാമൂഹിക പ്രതിബദ്ധത ഉള്ള ആളാണ്.
കർഷകർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം മന്ത്രി ഇരിക്കുന്ന വേദിയിൽ മന്ത്രിയെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഇങ്ങനെ തട്ടിപ്പ് നടത്തുമ്പോൾ ജനങ്ങളുടെ അമർഷം ഇരട്ടിയാവും. അപ്പോൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറെ ഒന്ന്. അപ്പോൾ അത് എത്ര മോശമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാശില്ലാഞ്ഞിട്ടല്ലല്ലോ. ഈ ഒരു ഞാൻ പറയട്ടെ, സോപ്പിൻ്റെ പരസ്യമോ അത് ഒരാൾക്കാണ് ഒരു ഹാം ഉണ്ടാക്കുന്നുണ്ടാവുള്ളൂ, സ്കിൻ അലർജി വരിക അങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ സോപ്പും പോട്ടെ, സോപ്പ് പിന്നെയും മനുഷ്യന്മാർക്ക് ദോഷം ചെയ്യും. ഒരു എന്താ പറയുക, സ്വർണത്തിൻ്റെ പരസ്യമോ അല്ല വേറെ ഒരു ഇലക്ട്രോണിക് സംഗതികളുടെ പരസ്യമോ ഒന്നുമല്ല. ഇത് ജനങ്ങളുടെ ആയുഷ്കാല സമ്പാദ്യം വെച്ച് കളിക്കുന്ന ഒരു സംഗതിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് മാറുക എന്നാണ് പറയുന്നത്. ആ ഒരു സംരംഭം സാധാരണ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ നടത്തിപ്പുകാരുടെ, ആ സംരംഭത്തിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇത് ജയസൂര്യ ചെയ്തിട്ടുള്ളത്, ജയസൂര്യയുടെ തന്നെ വിശ്വാസ്യത വിൽക്കുകയാണ് ചെയ്തത്. ജനങ്ങളിൽ ജയസൂര്യ എന്ന ഒരു നടൻ ഉണ്ടാക്കിയിട്ടുള്ള ട്രസ്റ്റും റിലയബിലിറ്റിയും അത് അദ്ദേഹം വിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു മോഡലായിരുന്നു, അത്രമാത്രമേ എനിക്കറിയുള്ളൂ എന്ന് പറഞ്ഞ് പറയുന്നത് അധാർമികതയാണ്. അത് അങ്ങനെ കൈയെഴുതുന്നത് ധാർമ്മികതയല്ല. ഒരു പരസ്യത്തിൽ ഒപ്പിടുന്നതിന് മുന്നേ തന്നെ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സംരംഭത്തിൻ്റെ റിലയബിലിറ്റി, ക്രെഡിബിലിറ്റി പരിശോധിക്കേണ്ടതാണ്. അതാണ് ഏതൊരു കലാകാരൻ്റെയും ധാർമ്മികത. അത് സുതാര്യമാണോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടത്. പ്രത്യേകിച്ച് ബ്രാൻഡ് അംബാസഡറായിട്ടിരിക്കുമ്പോൾ സാധാരണ ഒരു പരസ്യത്തിൽ വന്നിട്ട് അങ്ങോട്ട് മുഖം കാണിച്ചു പോകുന്ന പോലെയല്ല. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പം ഖാദിയുടെ, സർക്കാരിൻ്റെ പദ്ധതിയുടെ ഒക്കെ ബ്രാൻഡ് അംബാസഡറായിട്ട് മോഹൻലാൽ ആയിരുന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ വിശ്വാസ്യത അവർ മുതലെടുക്കുന്നു. മോഹൻലാലിന് ക്രെഡിബിലിറ്റി ഉണ്ട് എന്നറിഞ്ഞിട്ട് തന്നെയാണ് മോഹൻലാലിനെ അംബാസഡർ ആക്കിയേക്കുന്നത്. അപ്പം മോഹൻലാലിൻ്റെ ക്രെഡിബിലിറ്റി കളയാതിരിക്കാൻ മോഹൻലാൽ ശ്രദ്ധിക്കേണ്ടതല്ലേ? 100% ശ്രദ്ധിക്കുക. സർക്കാർ പദ്ധതിയുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഓരോരുത്തരെയും ക്രെഡിബിലിറ്റിയാണ് വിൽക്കുന്നത്. അപ്പോൾ ക്രെഡിബിലിറ്റിക്ക് കാശ് അവർ വിലയിടുന്നുണ്ട്. ആ ക്രെഡിബിലിറ്റി ജനങ്ങളിൽ എത്തുന്നത് വളരെ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒരു നിമിഷം കൊണ്ട് തന്നെ പോകുമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഒരു കലാകാരന് വേണം. ജനം ആദരിക്കുന്ന കലാകാരന്മാർക്ക് വേണം. ജനങ്ങളൊന്ന് കണ്ണടച്ചാൽ പിന്നെ ഫോറെവർ വീട്ടിലിരിക്കേ ഉണ്ടാവുള്ളൂ. അത് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധി ജയസൂര്യക്ക് ഇല്ലേ? ജയസൂര്യ അതേപോലെ എന്താ ടോള് വിരിക്കുമ്പോൾ എന്നും മിഠായി കൊടുക്കുമ്പോൾ അവർക്ക് ഒരിക്കൽ കൊണ്ടുപോയി ആ മിഠായി എന്നെ തിരിച്ചു കൊടുത്തു. അത്രയും ജനങ്ങൾക്ക് നല്ല മെസ്സേജ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്ക് ഇവിടെ മാത്രം എന്താ എങ്ങനെ പോയത്? അപ്പം അവനോ ഏത് വിധേനയും കാശുണ്ടാക്കുക, അതിൽ എന്തിനോടും രാജിയാവുക, കോംപ്രമൈസ് ആവുക കാശിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അതൊരു നല്ല പ്രവണതയായില്ല. ചില പരിപാടികളിൽ തത്വചിന്ത ഉള്ള നിലപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ മന്ത്രിയെ ഇരുത്തി വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുടെ ഈ ഇത്തരം സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ ജനങ്ങൾക്കും അദ്ദേഹം വിമർശിച്ച മന്ത്രിക്കും പാർട്ടിക്കും ഒക്കെ തന്നെ അമർഷം ഇരട്ടിയാവണം. ഇരട്ടിയായിരിക്കും. എപ്പോഴും നമ്മൾ എക്സാമ്പിളാണ് വേണ്ടത്. എക്സാമ്പിൾ ഈസ് ബെറ്റർ ദാൻ പ്രിസെപ്റ്റ് എന്നാണ് പറഞ്ഞത്. ആദ്യം അവനവൻ മാതൃകയാവണം മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ. ഇത്രയും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തി ജനങ്ങളുടെ നിക്ഷേപങ്ങളൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു പദ്ധതിയുമായി ഇദ്ദേഹത്തിനെ അസോസിയേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഇദ്ദേഹത്തെ കൺസ്യൂമർ ആക്ട് 2019 പ്രകാരമുള്ള കൺസ്യൂമർ ആക്ട് പ്രകാരം ഇദ്ദേഹത്തെ ശിക്ഷിക്കുക തന്നെ വേണം. അപ്പുറം വല്ല ശിക്ഷയുണ്ടെങ്കിൽ ഇത്തരം കലാകാരന്മാർക്ക് അത് കൊടുക്കുക തന്നെ വേണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ട് പാവപ്പെട്ട ജനതകളെ വഴിയാധാരാക്കുന്ന ഒരു പദ്ധതിക്കും ഒരു കലാകാരനും കൂട്ടുനിൽക്കരുത്. ഇങ്ങനെ കൺസ്യൂമർ ആക്ട് പ്രകാരം 2019 കൺസ്യൂമർ ആക്ട് പ്രകാരമുള്ള ഒരു ശിക്ഷ കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പിന്നീട് ഓരോ കലാകാരന്മാരും പരസ്യചിത്രത്തിന് പോകുമ്പോൾ അത് ആ സംരംഭത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റിയും വിശ്വാസ്യതയും അല്ലെങ്കിൽ മറ്റു പിന്നാമ്പുറ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയേ ചെയ്യുള്ളൂ. നന്ദി, നമസ്കാരം.